പെരുന്നാൾ കോടികളൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങുന്ന ഒരു ഫാമിലിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഗിഫ്റ്റ് ഓൺ റോഡിന്റെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവരോട് ചോദിക്കാം. റെഡി അല്ലേ? ഞാനൊരു 5 ക്വസ്റ്റ്യൻ ചോദിക്കും. 5 എണ്ണത്തിന് ഉത്തരം പറഞ്ഞാൽ അടിപൊളി വലിയ ഗിഫ്റ്റ് വരും. മിനിമം ഒരു 3 എണ്ണം പറഞ്ഞാൽ ചെറിയ ഗിഫ്റ്റ് വരും കേട്ടോ. നിങ്ങൾ റെഡി അല്ലേടാ? ഓക്കെ. ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിക്കാം. ഈ ഫോട്ടോയിലുള്ള വ്യക്തി ആരാന്ന് പറഞ്ഞാൽ മതി. റെഡി? ഇത് ആരാന്ന് അറിയാൻ പറ്റുമോ? ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്താ ചെങ്ങയുടെ പേര് പറഞ്ഞല്ലോ, നടേശൻ. നടേശൻ അല്ലേ? പെട്ടെന്ന് ആളെ മനസ്സിലായി. ആയിക്കോട്ടെ. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പക്ഷിയുടെ പേരെന്താ അറിയാം? ശരി ഉത്തരാണ്. അപ്പൊ ഓക്കെ. ഇത് ഏതാ സിനിമ എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞോ. അതന്നെ ഈ ഉദ്ദേശിച്ചത് അതന്നെ. മഹേഷിന്റെ പ്രതികാരം. അപ്പൊ ഉത്തരം ശരിയാണ്. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ അറിയോ? സിക്കിം ആണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? വയനാട് സംസ്ഥാനം. ഇന്ത്യയിലെ സംസ്ഥാനം. ഞാൻ കേരളത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം അറിയോ? ഇതൊരു തമാശ ക്വസ്റ്റ്യൻ ആണ്. ഫണി ക്വസ്റ്റ്യൻ ആട്ടോ. ശരി. ഒരിക്കലും പറക്കാത്ത കാക്ക. തമാശ ക്വസ്റ്റ്യൻ. ഒരിക്കലും പറക്കാത്ത കാക്ക. ഇക്കാക്ക. കറക്റ്റ് ആൻസർ ആണ്. നമ്മൾ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൽ 3 എണ്ണത്തിന് ഇവർ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ അല്ലേ? 5 പറയണമെങ്കിൽ കുറച്ച് വലിയ ഗിഫ്റ്റ് വരും അല്ലെ? 3 പറഞ്ഞാൽ ചെറിയ ഗിഫ്റ്റ് എന്നാ പറഞ്ഞത്. എന്തായാലും കലിമ ഫ്രാഗ്രൻസ് നൽകുന്ന ഒരു കൊച്ചു ഗിഫ്റ്റ് ആണ്. പിടിച്ചോ കേട്ടോ. അപ്പൊ പെരുന്നാൾ സുഗന്ധമായി ഭവിക്കട്ടെ. പെരുന്നാൾ ആശംസകൾ കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. താങ്ക് യു.